ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പുതിയൊരു ചാപ്റ്ററാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഓർഗനൈസിങ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററായിരുന്നു. ഓർഗനൈസിങ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് ഒക്കെ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസാണ്. അതിലൊരിതാണ് പറയുന്നത് മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേംസ്. എന്താണ് മോട്ടിവേഷൻസ്, അതിൻ്റെ ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ്, പിന്നെ തിയറീസ് ഓഫ് മോട്ടിവേഷൻ. പ്രധാനമായിട്ടും 5 തിയറീസാണ് നിങ്ങൾക്ക് മോട്ടിവേഷനിൽ പഠിക്കാനുള്ളത്. ആ 5 തിയറീസും പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സും ഇമ്പോർട്ടൻസും ആണ് ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. മോട്ടിവേഷൻ എന്താണെന്ന് നോക്കാം. മോട്ടിവേഷൻ. The term motivation is derived from the word motive, which means any emotion, need, idea. ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് മോട്ടീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡിൽ നിന്നാണ് ഈ ഒരു മോട്ടിവേഷൻ എന്ന വേർഡ് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു മോട്ടീവ് എന്ന വേർഡിൻ്റെ മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമോഷൻ, നീഡ്, ഐഡിയ. ഇമോഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും നീഡായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡിയ ആയിരിക്കാം. അതിനെയാണ് എന്തെന്ന് പറയുക, മോട്ടിവേഷൻ എന്ന് പറയുന്നത്. Motivation is a process of stimulating and inspiring subordinates to accomplish the objectives. മോട്ടിവേഷൻ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ പ്രോസസ്സാണ്. ഈ ഒരു പ്രോസസ്സ് എന്തിനു വേണ്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ സ്റ്റിമുലേറ്റിംഗ് ആൻഡ് ഇൻസ്പയറിങ് സബോർഡിനേറ്റ്സ്. നമ്മുടെ സബോർഡിനേറ്റ്സ്, അതായത് നമ്മുടെ എംപ്ലോയീസ് അല്ലെങ്കിൽ ഏതൊരു പേഴ്സൺ ആയിക്കോട്ടെ, അവരെന്ത് ചെയ്യുക, ഇൻസ്പയർ ചെയ്യുക, അതിനോടൊപ്പം തന്നെ അവരെ സ്റ്റിമുലേറ്റ് ചെയ്യുക, അവരെന്ത് ചെയ്യുക, ഉത്സാഹിപ്പിക്കുക. ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ അതിലോട്ട് ഉത്സാഹിപ്പിച്ചുകൊണ്ട് അവരതാക്കുക, അവരതിലേക്ക് ഇൻസ്പയർ ചെയ്യുക. ടു അക്കംപ്ലിഷ് ദ ഒബ്ജക്റ്റീവ്സ്, അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്താണോ ആ ഒരു ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പേഴ്സൺസിനെ, സബോർഡിനേറ്റ്സിനെ ഇൻസ്പയർ അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുക, മോട്ടിവേഷൻ എന്ന് പറയുന്നത്. മോട്ടിവേഷൻ ഈസ് എ പ്രോസസ് ഓഫ് stimulating and inspiring the subordinates for accomplish the objectives. മോട്ടിവേഷൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. അക്കോർഡിംഗ് ടു വില്യം ജി സ്കോട്ട്, മോട്ടിവേഷൻ മീൻസ് എ പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ ടു അക്കംപ്ലിഷ് ഡിസൈഡ് ഗോൾസ്. വില്യം ജി സ്കോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ഡെഫിനിഷനാണ് പറയുന്നത്. അയാളുടെ അഭിപ്രായത്തിൽ മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ ടു ആക്ഷൻ ടു അക്കംപ്ലിഷ് ഡിസൈഡ് ഗോൾ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പീപ്പിൾസിന് എന്ത് ചെയ്യുക, അവരെ സ്റ്റിമുലേറ്റ് ചെയ്യുക, അവരെ ഇൻസ്പയർ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്, ഗോള്, ഓർഗനൈസേഷനിലെ ഗോള് അല്ലെങ്കിൽ അവരുടെ പേഴ്സണലായിട്ടുള്ള ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുക, അതൊക്കെ ഉന്തി വിടുക. അതായത് നമ്മുടെ പുറകുന്ന ആരെങ്കിലും ഒന്ന് നമ്മളെ തള്ളി വിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും, ഒരു ധൈര്യം വരും, അത് ചെയ്യാനും അത് അച്ചീവ് ചെയ്യാനുള്ളൊരു ഇൻസ്പയറേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു അവരെന്ത് ചെയ്യുക, ഇൻസ്പയർ ചെയ്യുക, അവരെ വില്ലിങ് ആക്കുക, അത് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ വില്ലിങ് ആക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇനി മോട്ടിവേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോട്ടിവേഷൻ. ഒന്നാമത്തത്, ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്താ, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള, ഒരു എൻഡ് ഇല്ലാത്ത കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇത് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. കാരണം നമ്മളൊക്കെ എന്താ, മനുഷ്യന്മാരാണ്. മനുഷ്യന്മാർക്ക് എന്തുണ്ടായിരിക്കും, ഒരുപാട് നീഡ്സും വാൺസും ഡിസയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഒരു നീഡ്സ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അതവിടെ അവസാനിക്കുന്നില്ല. ആ നീഡ് കിട്ടി, ഞാൻ ഇനിയും ഉണ്ടായിരിക്കട്ടെ, എനിക്ക് വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നില്ല, അതവിടെ അവസാനിക്കുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേറൊരു നീഡ്സ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഒരു വീട് വെക്കാൻ നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു വീട് വെച്ച് ആ വീട് വെക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ അയാളുടെ എഫോർട്ടും അയാളുടെ ടൈമും ഫിനാൻസും അയാളുടെ എല്ലാ കാര്യങ്ങളും എടുത്തുകൊണ്ട് ആ ഒരു വീട് വെക്കണം എന്നുള്ള ഒരു ഇതിൽ വെച്ച് വർക്ക് ചെയ്തുകൊണ്ട് അങ്ങനെ വർക്ക് ചെയ്തപ്പോൾ അയാളൊരു വീട് വെച്ച്. അതിന് വീട് വെച്ച് അയാൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് തോന്നി എന്ത് ചെയ്തു, ഞാനൊരു ബൈക്ക് വാങ്ങാമെന്ന് തോന്നി. അങ്ങനെ എന്ത് ചെയ്ത് അയാളൊരു ബൈക്ക് വാങ്ങി. അപ്പോൾ
ബൈക്ക് വാങ്ങിയതിന് ശേഷം പിന്നെ അയാൾക്ക് തോന്നി ഞാനൊരു കാറ് വാങ്ങാൻ തോന്നി. അങ്ങനെ അയാളൊരു കാറ് വാങ്ങി. ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, അയാളുടെ നീഡ്സും വാണ്ട്സും ഡിസയേഴ്സും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്ത് ചെയ്യുന്നില്ല, അത് അവസാനിക്കുന്നില്ല. നമുക്ക് എല്ലാതും എന്താ ആവശ്യങ്ങളാണ്. നമുക്കത് എല്ലാതും കിട്ടണം എന്നുള്ള ഒരു ഇതാണുള്ളത്. നമുക്ക് അത്ര മതി എന്ന് പറഞ്ഞിട്ട് ആരും എന്ത് ചെയ്യുന്നില്ല, ആരും ഇരിക്കുന്നില്ല. അവർക്ക് എന്ത് ചെയ്യുക, അത് അവർ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് അവരതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എഫേർട്ട് എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ. മോട്ടിവേഷനിൽ നമ്മളെന്തിപ്പോൾ ഒരു വീട് വെച്ച്, അപ്പോൾ അയാൾ അതിലോട്ട് അയാളുടെ എഫേർട്ടും ഫിനാൻസും അയാളുടെ ടൈമും കാര്യങ്ങളൊക്കെ എടുത്ത് അയാൾ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് അയാൾ വീട് വെച്ചതിന് ശേഷം അയാളൊരു ബൈക്ക് വാങ്ങുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്തിരിക്കും, ബൈക്ക് വാങ്ങി. അപ്പോൾ ബൈക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് അയാൾ പിന്നെയും ഫിനാൻസ് കണ്ടെത്തി, അയാളുടെ ടൈം എടുത്ത് അങ്ങനെ. അപ്പോൾ അയാൾ എന്ത് ചെയ്യുക, ഓരോ കാര്യം ചെയ്യും തോറും അയാൾ മോട്ടിവേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കിട്ടണം എന്നുള്ള ഒരു ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് പറയുന്നത് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇനി രണ്ടാമത്തെ ഒരു ഫീച്ചറാണ് ഇറ്റ്സ് എ സൈക്കോളജിക്കൽ ഫിനോമിന. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. എന്തെന്ന് പറയുന്നത്, മോട്ടിവേഷൻ എന്ന് പറയുന്നത് സൈക്കോളജിക്കലായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. കാരണം എന്താണെന്ന് പറയുക, മോട്ടിവേഷൻ എന്തൊക്കെ റിലേറ്റഡ് ആണെന്ന് പറഞ്ഞ് നീഡ്സും വാണ്ട്സും ഡിസയേഴ്സും എക്സ്പെക്റ്റേഷൻസും ഒക്കെ ഉള്ള ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേമാണ് അത് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു നീഡ്സും വാണ്ട്സും ഡിസയേഴ്സും എക്സ്പെക്റ്റേഷൻസ് കോൺഫിഡൻസ് സാറ്റിസ്ഫാക്ഷൻസ് ഇതൊക്കെ അറൈസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്, ഇൻഡിവിജ്വൽസിൻ്റെ ഇൻസൈഡ് അകത്തു നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാര്യങ്ങളൊക്കെ അറൈസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമുക്കൊരു വീട് വെക്കാം, പിന്നെ നമുക്കൊരു കാറ് വാങ്ങാം, ബൈക്ക് വാങ്ങാം, അങ്ങനെ നമ്മളുടെ മനസ്സിൽ നിന്നും വന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ. മോട്ടിവേഷനും ഇസ് ദി ഇൻഡ്യൂസ്മെൻറ്റ് ഓഫ് ഇന്നർ ഫീലിങ്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽസ്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഈ ഇന്നർ ഫീലിങ്സ് മനുഷ്യന്മാരുടെ അകത്തുനിന്നുണ്ടാവുന്ന വരുന്ന ആഗ്രഹങ്ങളും ഡിസയേഴ്സും എക്സ്പെക്റ്റേഷൻസും ഒക്കെ എന്ത് ചെയ്യുക, സാറ്റിസ്ഫൈ ചെയ്യുക. അത് സാറ്റിസ്ഫൈ ചെയ്യാൻ, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മോട്ടിവേഷൻ ഉള്ളത്. സോ നമുക്ക് എന്തെന്ന് പറയാം, മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ ഫിനോമിനയാണ്. നമ്മുടെ മനസ്സിനകത്തുനിന്ന് വരുന്ന വാണ്ട്സും ഡിസയേഴ്സും ഒക്കെ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് ഇതെന്ന് പറയുന്നത് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മൂന്നാമത്തെ ഫീച്ചറാണ് ഡൈനാമിക്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്താ, ഡൈനാമിക് ആണ്. ക്യാൻ ബി ചേഞ്ച്. നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാറ്റിക് അല്ല, അതായത് അതുപോലെ ഉറച്ചു നിൽക്കുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ചബിളാണ്. നമുക്ക് എപ്പോഴും വേണമെങ്കിലും നമ്മുടെ വാണ്ട്സും നീഡ്സും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ലേ. കാരണം നമുക്കിപ്പോൾ എന്ത് ചെയ്തു, ഒരു വീട് വെച്ച് എന്ന് പറഞ്ഞു, അങ്ങനെ വീട് വെച്ച് അയാൾ വിചാരിച്ച് എൻ്റെ കയ്യിലിപ്പോൾ ക്യാഷൊന്നുമില്ല, പിന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അയാൾ എന്ത് ചെയ്തു, അയാളുടെ നീഡ്സും വാണ്ട്സും മാറ്റി, പിന്നീട് വെക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ അയാളുടെ നീഡ്സ് വാണ്ട്സ് മാറ്റി. അപ്പോൾ എന്ത് ചെയ്തു, അയാളിപ്പോൾ കയ്യിൽ കുറച്ച് കാശുണ്ട്, അപ്പോൾ വീട് വെക്കുന്നതിനെക്കാട്ടും നല്ലത് ഇപ്പോൾ ഒരു കാറ് വാങ്ങുകയാണെന്ന് അയാൾ വിചാരിച്ച്. അപ്പോൾ അതുപോലെ തന്നെ വീട് വെക്കുക എന്നുള്ളത് മാറ്റിയിട്ട് എന്ത് ചെയ്ത് അയാൾ കാറ് വാങ്ങുക എന്നുള്ളതാക്കി. അതേപോലെയാണ് ഡൈനാമിക്കാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ നീഡ്സും വാണ്ട്സും എക്സ്പെക്റ്റേഷൻസും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് ആരോടും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് മോട്ടിവേഷനും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ബേസ്ഡ് ഓൺ മോട്ടീവ്സ്. മോട്ടിവേഷൻ എന്ന് പറയുന്നിട്ടുള്ളത് മോട്ടീവ്സിൻ്റെ ബേസിലാണ്. വിച്ച് ആർ ഇൻറ്റേർണൽ ടു ദ ഇൻഡിവിജ്വൽസ്. ഇൻഡിവിജ്വൽസിൻ്റെ അല്ലെങ്കിൽ ആളുകളുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള മോട്ടീവ്സിൻ്റെ ബേസിലാണ് ഇതെന്ന് പറയുന്നത് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് റിലേറ്റഡ് വിത്ത് ഇൻഡിവിജ്വൽ. ഈ ഒരു മോട്ടിവേഷൻ എന്ന ടേം റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഇൻഡിവിജ്വൽ ബേസിലാണ്. റിലേറ്റഡ് വിത്ത് ഇൻഡിവിജ്വൽ. എ വോൾ പേഴ്സൺ ഈസ് ഇൻഡ്യൂസ്ഡ് ടു വർക്ക്. സപ്പോസ് നമ്മുടെ ഓർഗനൈസേഷനിൽ എന്താ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ എല്ലാ എംപ്ലോയീസിനും എന്തിനു വേണ്ടിയിട്ടാണ് ഈ മോട്ടിവേറ്റ് ചെയ്യുന്നത്, ഓർഗനൈസേഷണൽ ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒരാളെ മാത്രം അവിടെ എടുക്കാതെ എല്ലാ പേഴ്സൺസിനും ഓർഗനൈസേഷനിലെ എല്ലാ ഇൻഡിവിജ്വൽസിനെയും എന്ത് ചെയ്യുന്നുണ്ട്, മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഒരാളെ മാത്രം എന്ത് ചെയ്യുന്നില്ല,
എലോൺ കനോട്ട് ബി ഒരാളെ മാത്രം മോട്ടിവേറ്റ് ചെയ്യാതെ അവിടുത്തെ എംപ്ലോയീസിലെ എല്ലാ ഇൻഡിവിജ്വൽസിനെയും റിലേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ടോട്ടലായിട്ട് ഇൻഡിവിജ്വൽസിനെ ടോട്ടലായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് റിലേറ്റഡ് വിത്ത് എ ഇൻഡിവിജ്വൽ. നെക്സ്റ്റ് ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സാണ്. ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ എന്താ പറയുന്നത്, മോട്ടിവേഷൻ ഈസ് എ പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് ആൻഡ് ഇൻസ്പയറിംഗ് സബോർഡിനേറ്റ്സ് ടു അക്കംപ്ലിഷ് ദ ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷനിലെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയീസ് അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ഇൻസ്പയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറഞ്ഞ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞ്. അപ്പോൾ ഈ ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ മോട്ടിവേഷന്? ഓർഗനൈസേഷനിലെ ഗോള് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിൻ്റെ പേഴ്സണൽ നീഡ്സ്, വാണ്ട്സ്, ഡിസയേഴ്സ്, എക്സ്പെക്റ്റേഷൻസ്, സാറ്റിസ്ഫാക്ഷൻസ് ഈ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മോട്ടിവേഷൻ എന്നുള്ള പ്രോസസ്സ്. നെക്സ്റ്റ് ഇറ്റ്സ് എ കോംപ്ലക്സ് പ്രോസസ്സ്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്താ, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സാണ്. കാരണം മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്താന്ന് പറഞ്ഞേ, പേഴ്സൺസിൻ്റെ ഇന്നർ ഫീലിങ്സ്, അതായത് ഇൻഡിവിജ്വൽസിൻ്റെ അകത്തുനിന്ന് വരുന്ന നീഡ്സും അവരുടെ ബിഹേവിയർ, ടൈപ്പ് ഓഫ് ബിഹേവിയറിനെ ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഈ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഒരു മോട്ടിവേഷൻ അവരെ അച്ചീവ് ചെയ്യുക അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുക എന്തിൻ്റെ ബേസിലായിരിക്കും, അവരുടെ നീഡ്സും അവരുടെ ബിഹേവിയറിൻ്റെ ബേസിലൊക്കെ ആയിരിക്കും അവരെന്ത് ചെയ്യുക, അച്ചീവ് ചെയ്യുക. അപ്പോൾ അവരുടെ നീഡ്സും വാണ്ട്സും സാറ്റിസ്ഫാക്ഷൻസും പിന്നെ ബിഹേവിയറൊക്കെ എന്ത് ചെയ്യാം, മാറിക്കൊണ്ടിരിക്കാം, ചേഞ്ച് ചെയ്തിട്ടിരിക്കാം. അപ്പോൾ ഇറ്റ്സ് നമുക്ക് എന്തെന്ന് പറയാം, മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണെന്ന് പറയാം. Then next, motivation is influenced by social and cultural factors അല്ലെങ്കിൽ നോംസ്. മോട്ടിവേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യലായിട്ടുള്ളയും കൾച്ചറലായിട്ടുള്ളയും നോംസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഈ കൾച്ചറലായിട്ടുള്ള നോംസ് എന്ന് പറയുമ്പോൾ വാല്യൂസ്, കസ്റ്റംസ്, ട്രഡീഷൻസ്, ആട്രിബ്യൂട്ട്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മോട്ടിവേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ബേസിലായിരിക്കും എന്ത് ചെയ്യുക, ഓരോ ആൾക്കാർക്കും മോട്ടിവേഷൻ കൊടുക്കുക. അയാളുടെ കസ്റ്റംസും അയാളുടെ ട്രഡീഷൻസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഈ മോട്ടിവേഷനിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ മോട്ടിവേഷൻ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സോഷ്യൽ ആൻഡ് കൾച്ചറൽ നോംസ്. നെക്സ്റ്റ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. മോട്ടിവേഷൻ എന്തായിരിക്കാം, പോസിറ്റീവ് മോട്ടിവേഷനും ആയിരിക്കാം, നെഗറ്റീവ് മോട്ടിവേഷനും ഉണ്ടായിരിക്കാം. പോസിറ്റീവ് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് നല്ലപോലെ ജോലി ചെയ്യുന്നുണ്ട്, നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്, പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യും, ആ ഒരു ഓർഗനൈസേഷനിലെ മാനേജർ അയാളുടെ പേ സ്കെയിൽ കൂട്ടും, അതായത് അയാളുടെ സാലറി കൂട്ടും, അല്ലെങ്കിൽ അയാൾക്ക് വേറെ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അത് കൂട്ടും, അതൊക്കെ എന്ത് ചെയ്യും, അയാൾക്ക് കൊടുക്കും. അപ്പോൾ അയാൾ മോട്ടിവേറ്റ് ചെയ്യും. ഇത്രയും ഹൈ സാലറി ഒക്കെ കൊടുത്തുകൊണ്ട് അയാളെ ഈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയാളെ മോട്ടിവേറ്റ് ചെയ്യും. കാരണം ഞാൻ ഇത്രയും ഇങ്ങനെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് സാലറി കിട്ടുന്നുണ്ട്, ഇനി ഇതിൽ കൂടുതൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇതിലും കൂടുതൽ സാലറി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോടായിരിക്കും പിന്നെ എന്ത് ചെയ്യുക, അയാൾ ജോലി ചെയ്യുക. അപ്പം അങ്ങനെ പോസിറ്റീവ് രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, അയാളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നെഗറ്റീവ് മോട്ടിവേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് നെഗറ്റീവ് മോട്ടിവേഷനിൽ വരുമ്പോൾ ഇപ്പോൾ ഒരു എംപ്ലോയി എന്ത് ചെയ്ത് ഒരു വർക്ക് ചെയ്ത് ആ വർക്ക് ചെയ്തതിൽ എന്ത് ചെയ്ത് അയാൾ ഫെയിലായി, അയാൾക്കത് ചെയ്യാൻ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ അയാൾക്ക് പ്രൊഡക്ഷൻ മെഷീൻ കേടുവരെ അല്ലെങ്കിൽ അയാളുടെ കാരണം കൊണ്ട് അയാളുടെ കാരണം കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും, അയാൾക്ക് പണിഷ്മെൻറ്റ് കൊടുക്കും. മാനേജർ പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ പെനാൽറ്റി അങ്ങനത്തെ ഇമ്പോസിഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അയാൾക്ക് കൊടുക്കും. അപ്പോൾ അയാൾ എന്ത് ചെയ്യും, നെഗറ്റീവ് രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, മോട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അയാൾ വിചാരിക്കും ഞാൻ ഇനിയും ഇങ്ങനെയാണ് തുടരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ എന്ത് ചെയ്യാം, ഇനിയും എനിക്ക് പണിഷ്മെൻറ്റ് കിട്ടും, പിന്നെ ഈ ജോബിൽ നിന്ന് തന്നെ എന്നെ ഒഴിവാക്കിയിരിക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അയാൾ എന്ത് ചെയ്യും, നല്ല രീതിയിൽ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്, ഞാൻ നല്ല രീതിയിൽ പ്രൊഡക്ഷൻ നടത്തട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അയാൾ വീണ്ടും നല്ല രീതിയിൽ പ്രൊഡക്ഷൻ നടത്തും. അപ്പോൾ അയാൾ എങ്ങനെയും മോട്ടിവേറ്റ് ചെയ്യുന്നത്, നെഗറ്റീവ് രീതിയിലാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള മോട്ടിവേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് പോസിറ്റീവ് മോട്ടിവേഷനും ഉണ്ട്, നെഗറ്റീവ് മോട്ടിവേഷനും ഉണ്ട്. പോസിറ്റീവ് മോട്ടിവേഷനിൽ പറയുന്നത് റിവാർഡും മറ്റുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഇൻസെൻറ്റീവ്സും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുക. നെഗറ്റീവ് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ പണിഷ്മെൻറ്റ്, പെനാൽറ്റീസ്,
ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, അവരെ മോട്ടിവേറ്റ് ചെയ്യാം. ഇത്തരം കാര്യങ്ങളാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോട്ടിവേഷനിലുള്ളത്. ഒന്നാമത്തത് കണ്ടിന്യൂസ് പ്രോസസ്സ്, സൈക്കോളജിക്കൽ ഫിനോമിനൻ, ഡൈനാമിക്, ബേസ്ഡ് ഓൺ മോട്ടീവ്സ്, റിലേറ്റഡ് വിത്ത് ഇൻഡിവിജ്വൽ, ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സ്, കോംപ്ലക്സ് പ്രോസസ്സ്. മോട്ടിവേഷൻ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സോഷ്യൽ ആൻഡ് കൾച്ചറൽ നോംസ്, പോസിറ്റീവ് ഓർ നെഗറ്റീവ്. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മോട്ടിവേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്, അത് എന്തുകൊണ്ടാണ് ഈ ഒരു ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളുടെ ഇമ്പോർട്ടൻസ് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ ഒരു ഇമ്പോർട്ടൻസ് ആണ് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. ഹ്യൂമൻ റിസോഴ്സസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. കാരണം ഒരു പേഴ്സൺസിനെ നമ്മൾ പക്ക എന്ത് ചെയ്യാണ്, അവരെ നല്ലൊരു എഫിഷ്യൻറ്റ് പേഴ്സൺസ് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ചെയ്ത് എന്ത് ചെയ്തിരിക്കും, ഒരു എഫിഷ്യൻറ്റ് പേഴ്സൺ ആയിട്ട് അയാൾ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു എഫിഷ്യൻറ്റ് പേഴ്സണെ നമുക്ക് നല്ല രീതിയിൽ ഓർഗനൈസേഷന് വേണ്ടിയിട്ട്, ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നല്ല രീതിയിൽ അയാളെ യൂസ് ചെയ്യാൻ പറ്റും, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഒന്നാമത്തെ ഇമ്പോർട്ടൻസ്, എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു എംപ്ലോയി എന്ത് ചെയ്തു, ഒരു ഓർഗനൈസേഷനിലോട്ട് വന്നു. ആ ഓർഗനൈസേഷനിലൂടെ അയാളെ അപ്പോയിൻറ്റ് ചെയ്തതിന് ശേഷം അയാൾക്ക് അവിടെ എന്ത് വർക്കാണോ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും അയാൾക്ക് എന്ത് ചെയ്യില്ല, അറിയില്ല. അപ്പോൾ അയാൾക്ക് ആവശ്യമായിട്ടുള്ള മോട്ടിവേഷനും ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അയാൾ ഒരു നല്ലൊരു ആ ജോബ് നല്ല രീതിയിൽ പെർഫെക്റ്റായി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരാളാക്കിയിട്ട് മാറ്റി. അപ്പോൾ ആ ആളാക്കി മാറ്റിയാൽ, പെർഫെക്റ്റ് രീതിയിലുള്ള ഒരാളാക്കി മാറ്റിയാൽ അത് ആർക്കാണ് ബെനിഫിറ്റ്, ഓർഗനൈസേഷനിലല്ലേ. കാരണം ഈ ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഇയാൾ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡക്ഷൻ നടത്താൻ പറ്റും. അപ്പോൾ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. നെക്സ്റ്റ്, മേക്ക് എംപ്ലോയീസ് ക്വാളിറ്റി ഓറിയൻറ്റഡ്. എംപ്ലോയീസിന് എന്ത് ചെയ്യാൻ പറ്റും, ക്വാളിറ്റി ആയിട്ടുള്ള ഒരാളാക്കി, ക്വാളിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരാളാക്കിയിട്ട് മാറ്റാൻ കഴിയും. എന്താ പറയുക, മേക്ക് എംപ്ലോയീസ് ക്വാളിറ്റി ഓറിയൻറ്റഡ്, ക്വാളിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ എന്ത് ചെയ്യാൻ പറ്റും, ഈ മോട്ടിവേഷനിലൂടെ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. കാരണം അവർ നല്ല രീതിയിൽ ഒരു പക്ക എന്തായിരിക്കും, ഈ മോട്ടിവേറ്റ് ചെയ്ത് അയാൾ എന്തായിരിക്കും, പെർഫെക്റ്റ് ആയിരിക്കും. പെർഫെക്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റീസ് അയാൾക്ക് ഒരുപാട് ക്വാളിറ്റീസ് എന്തുണ്ടായിരിക്കും, അയാൾക്ക് ഉണ്ടായിരിക്കും. ആ ക്വാളിറ്റീസൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓർഗനൈസേഷൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, മെയിൻറ്റെയിൻ ഗുഡ് ഹ്യൂമൻ റിലേഷൻസ്. ഈ മോട്ടിവേഷൻ ചെയ്യുന്നത് വഴി എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഹൈ ലെവൽ മോട്ടിവേഷൻ കൊടുക്കുന്നത് വഴി, ഓർഗനൈസേഷൻ എന്തുണ്ടായിരിക്കും, ഹൈ ലെവൽ മോട്ടിവേഷൻ കൊടുക്കുന്നത് വഴി നല്ലൊരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതെന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ നല്ലൊരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഓർഗനൈസേഷൻ്റെ സ്മൂത്ത് ഫങ്ഷനിങ്ങിന് എന്ത് ചെയ്യാൻ പറ്റും, എഫിഷ്യൻറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് അങ്ങനെ ഈ എംപ്ലോയറും എംപ്ലോയിയും നല്ല രീതിയിലാണ്, നല്ല കോപ്പറേഷനിലൂടെ, നല്ല റിലേഷനിലൂടെയാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്ക് ബെനിഫിറ്റാണ്, അത് ഓർഗനൈസേഷന് ബെനിഫിറ്റാണ്. ഓർഗനൈസേഷൻ്റെ ആക്ടിവിറ്റീസും ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റും. കാരണം കോൺഫ്ലിക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. എംപ്ലോയി പറയുന്നത് എംപ്ലോയർ ആക്സെപ്റ്റ് ചെയ്യില്ല, എംപ്ലോയർ പറയുന്നത് എംപ്ലോയി ആക്സെപ്റ്റ് ചെയ്യില്ല. ഇങ്ങനത്തെ കേസുകളൊന്നും എവിടെ ഉണ്ടായിരിക്കില്ല, ഈ ഒരു സിറ്റുവേഷനിൽ ഉണ്ടായിരിക്കില്ല. നല്ല റിലേഷനിലൂടെയാണ് എംപ്ലോയിയും പോകുന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഗോൾസും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ്, ബേസിസ് ഓഫ് ഗുഡ് കോഓപ്പറേഷൻ. ഈ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഈ പ്രൊഡക്ഷൻ, ഓർഗനൈസേഷനിലെ പ്രൊഡക്ഷൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ഒരുമിച്ച് എല്ലാവരും കൂടി പ്രവർത്തിക്കും. കാരണം എല്ലാവരും എന്തിനു വേണ്ടിയിട്ടാണ് ഈ മോട്ടിവേറ്റ് ചെയ്തിട്ട്, ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്തായിരിക്കും, ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി എന്ത് ചെയ്യും, നല്ല കോഓപ്പറേഷനിലൂടെ എന്ത് ചെയ്യും, അവർ വർക്ക് ചെയ്യും. അതെന്ത് ചെയ്യും, ഓർഗനൈസേഷൻ്റെ ബെസ്റ്റ് റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാൻ പറ്റും. ദിസ് ഇസ് ബേസിസ് ഓഫ് ഗുഡ് കോഓപ്പറേഷൻ. ദെൻ ബെറ്റർ ഇമേജ്.
ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ എംപ്ലോയീസിന് അവരുടെ ഫിസിക്കലായിട്ടുള്ളതും അല്ലെങ്കിൽ അവരുടെ സൈക്കോളജിക്കലായിട്ടുള്ളയും നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റീസ് ആര് കൊടുക്കുന്നുണ്ട്, ഓർഗനൈസേഷൻ കൊടുക്കുന്നുണ്ട്. കാരണം അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ജോലി ചെയ്യുന്നത് വഴി എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് സാലറി കൊടുക്കുന്നില്ലേ, സാലറി കൊടുക്കുന്നുണ്ട്, മറ്റുള്ള ബെനിഫിറ്റ്സും DA ബോണസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ പേഴ്സണലായിട്ടുള്ള അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ടുള്ള നീഡ്സ് അച്ചീവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആര് കൊടുക്കുന്നുണ്ട്, ഈ ഓർഗനൈസേഷൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ക്രിയേറ്റ് എ ബെറ്റർ ഇമേജ് അബൌട്ട് ദ ഓർഗനൈസേഷൻ എമംഗ് പബ്ലിക്കിൻ്റെ ഇടയിൽ എന്ത് ചെയ്തിരിക്കും, ഒരു നല്ലൊരു ഇമേജ് എന്ത് ചെയ്യും, ഓർഗനൈസേഷനെ കുറിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യും. കാരണം ഈ എംപ്ലോയീസിന് എന്ത് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഓർഗനൈസേഷനിലെ ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിലാണ് ഓർഗനൈസേഷന് അവർക്കുള്ള എല്ലാ ബെനിഫിറ്റ്സും ബോണസും സാലറീസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഈ പബ്ലിക്കിൻ്റെ ഇടയിൽ എന്തായിരിക്കും, ആ ഒരു കമ്പനീനെ കുറിച്ചിട്ട് നല്ലൊരു ഇമേജ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുക, ബെറ്റർ ഇമേജ്. നെക്സ്റ്റ്, ലെസ് ആബ്സെൻറ്റീസം ആൻഡ് ടേൺ ഓവർ. ഈ മോട്ടിവേഷൻ കൊടുക്കുന്നത് വഴി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓർഗനൈസേഷനിലെ എംപ്ലോയീസിൻ്റെ ആബ്സെൻറ്റീസും ടേൺ ഓവറും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറക്കാൻ പറ്റും. എ സാറ്റിസ്ഫൈഡ് എംപ്ലോയി വിൽ നോട്ട് ലീവ് ദ ഓർഗനൈസേഷൻ. എന്ത് ചെയ്യാം, ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഈ മോട്ടിവേഷന് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ സൈക്കോളജിക്കലായിട്ടുള്ളയും ഫിസിക്കലായിട്ടുള്ളയും നീഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അച്ചീവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യും, ഈ അവർക്ക് നല്ല സാലറി കിട്ടുന്നുണ്ട്, നല്ല ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്, ബോണസ് കിട്ടുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അവരവിടുന്ന് ആ ഓർഗനൈസേഷനിൽ നിന്ന് അവരെന്ത് ചെയ്യില്ല, പോവില്ല. ഞങ്ങൾക്ക് നല്ല ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, പിന്നെ ഞങ്ങൾ എന്തിനാണ് പോകണമെന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യും, ആ ഓർഗനൈസേഷനിൽ തന്നെ അവരെന്ത് ചെയ്യും, നിലനിൽക്കും. ഇറ്റ് വിൽ ലീഡ് ടു ലോ ടേൺ ഓവർ ആൻഡ് ആബ്സെൻറ്റീസും. അതെന്ത് ചെയ്യും, അവരുടെ ആബ്സെൻറ്റീസും ടേൺ ഓവറും എന്ത് ചെയ്യും, കുറക്കും. നെക്സ്റ്റ്, ഇംപ്രൂവ്മെൻറ്റ് ഓഫ് സ്കിൽ ആൻഡ് നോളജ്. എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനിലെ ആൾക്കാരുടെ സ്കില്ലും നോളജും എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് മോട്ടിവേഷനാണ് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്കിൽസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടിയിരിക്കും, കൊടുക്കേണ്ടായിരിക്കും. അപ്പോൾ അവരുടെ സ്കിൽസും അവരുടെ അത് റിലേറ്റഡ് ആയിട്ടുള്ള നോളജും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, മോട്ടിവേഷൻ ഇൻഡ്യൂസസ് വർക്കേഴ്സ് ടു വർക്ക്. മോട്ടിവേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, വർക്കേഴ്സിനെ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്, വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓർഗനൈസേഷനിലെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടിവേഷൻ വർക്കേഴ്സിനെ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അവർ വർക്ക് ചെയ്യാതെ മടിച്ചിരിക്കുക അല്ലെങ്കിൽ വേറെ വർക്ക് ചെയ്യാതെ വേറെ എന്തെങ്കിലും വർക്കിൽ ഏർപ്പെടുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതെ ഓർഗനൈസേഷനിലെ വർക്ക് അച്ചീവ് ചെയ്യാൻ, ഓർഗനൈസേഷനിലെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട് മോട്ടിവേഷൻ. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് മോട്ടിവേഷൻ. ഒന്നാമത്തത് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, ദെൻ മേക്ക് എംപ്ലോയീസ് ക്വാളിറ്റി ഓറിയൻറ്റഡ്, മെയിൻറ്റെയിൻ ഗുഡ് ഹ്യൂമൻ റിലേഷൻസ്, ബേസിസ് ഓഫ് ഗുഡ് കോഓപ്പറേഷൻ, ബെറ്റർ ഇമേജ്, ലെസ് ആബ്സെൻറ്റീസം ആൻഡ് ടേൺ ഓവർ, improvement of skill and knowledge. The final one, motivation induces workers to work. നെക്സ്റ്റ്, മോട്ടിവേഷൻ പ്രോസസ്സാണ് പറയുന്നത്. നമ്മൾ മോട്ടിവേഷൻ എന്താണെന്ന് പറഞ്ഞ്, മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോട്ടിവേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് ആൻഡ് ഇൻസ്പയറിംഗ് സബോർഡിനേറ്റ്സ് ടു വർക്ക് ഫോർ ദ അച്ചീവ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷന് ഗോൾ. ഓർഗനൈസേഷന് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, എംപ്ലോയീസ് അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറഞ്ഞ്, മോട്ടിവേഷൻ എന്ന് പറഞ്ഞ്. ഇനി ഈ മോട്ടിവേഷനിൽ എന്തൊക്കെ പ്രോസസ്സാണ് നടക്കുന്നതെന്ന് നോക്കാം. Motivation is a 5-phase process beginning from the inner state of need deficiency and ending with the need fulfillment. ഈ മോട്ടിവേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു 5 സ്റ്റെപ്പ് പ്രോസസ്സാണ്. 5 സ്റ്റെപ്പുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്, ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഈ 5 സ്റ്റെപ്സിൽ ആദ്യം സ്റ്റെപ്സ് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഈ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഇന്നർ സ്റ്റേറ്റ് ഓഫ് നീഡ് ഡെഫിഷ്യൻസി, അതായത് മനസ്സിൽ നിന്നും ഉണ്ടാവുന്ന നീഡ്സും വാൺസും. ഇപ്പോൾ നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ പറഞ്ഞെങ്കിൽ വീട് വെക്കണം എന്നുള്ള ഒരു ഫീലിങ്സ് ഉണ്ടായത് എവിടുന്നാണ്,
മനസ്സിൽ നിന്നാണ്. നമുക്കിങ്ങനെ ഒരു വീട് വെക്കണമെന്ന് അയാൾക്ക് ഇങ്ങനെ തോന്നി. അപ്പോൾ ആ ഇന്നർ സ്റ്റേറ്റ് ഓഫ് ഫീലിങ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്ത് ബിഗിൻ ചെയ്തിട്ട് ആൻഡ് എൻഡിങ് വിത്ത് നീഡ് ഫുൾഫിൽമെൻറ്റ്, ഈ നീഡ് ഫുൾഫിൽമെൻറ്റ് വരെയുള്ള ഒരു പ്രോസസ്സാണ് ഇതെന്ന് പറയുന്നത് മോട്ടിവേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് അവസാനിക്കുന്നത് നീഡ് ഫുൾഫിൽമെൻറ്റിലാണ്. വീട് വെക്കണം എന്നുള്ള ഒരു ആഗ്രഹം അയാളുടെ മനസ്സിലുണ്ടായി. എന്നിട്ട് എന്ത് ചെയ്തു, അയാൾ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച് അറ്റ് ലാസ്റ്റ് എന്ത് ചെയ്തു, അയാൾ വീട് വെച്ചു. അയാളുടെ നീഡ്സ് എന്ത് ചെയ്ത് സാറ്റിസ്ഫൈ ചെയ്ത്, നീഡ് ഫുൾഫിൽ ചെയ്തു. ഈ ഒരു ബിഗിനിങ് മുതൽ വീട് വെക്കണം മുതൽ വീട് വെച്ചത് വരെയുള്ള ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത് മോട്ടിവേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിൽ 5 സ്റ്റെപ്സാണ് പറഞ്ഞ്. ഏതൊക്കെ സ്റ്റെപ്സാന്ന് നോക്കാം. ഒന്നാമത്തത് സ്റ്റേജ് 1 നീഡ് ഡെഫിഷ്യൻസി. A need which arrives out of mind, example desire to get a promotion. നീഡ് ഡെഫിഷ്യൻസി എന്ത് ചെയ്ത്, നീഡ് സ്റ്റാർട്ട് ചെയ്ത് ഡെഫിഷ്യൻസി അയാളുടെ അത് കിട്ടണം എന്നുള്ള ഒരു നീഡ് എന്ത് ചെയ്ത് അയാളുടെ മനസ്സിലുണ്ടായി. അറൈസ് ഔട്ട് ഓഫ് മൈൻഡ്, അയാളുടെ മനസ്സിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത് അത് വന്നിട്ടുള്ളത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിസൈർ ടു ഗെറ്റ് പ്രൊമോഷൻ. അയാളിപ്പോൾ ഒരു പൊസിഷനിൽ ഇരിക്കുന്നുണ്ട്. അയാൾക്ക് എന്ത് ചെയ്ത് എനിക്കൊരു പ്രൊമോഷൻ, ഇതിലും നല്ലൊരു പൊസിഷനിൽ ഇരിക്കാനുള്ള ഒരു പ്രൊമോഷൻ കിട്ടണമെന്ന് അയാളുടെ മനസ്സിൽ നിന്ന് എന്ത് ചെയ്ത് ഒരു നീഡ് വന്ന്. അങ്ങനെ ആ നീഡ് വന്ന് അതാണ് ഇതെന്ന് പറയുന്നത് സ്റ്റേജ് 1 എന്ന് പറയുന്നത്. ഇനി സ്റ്റേജ് 2 എന്താണെന്ന് വെച്ചാൽ സെലക്ഷൻ ഓഫ് കോഴ്സ് ഓഫ് ആക്ഷൻ. The employee is seeking the strategies to satisfy his need. Is select the best strategy. അയാളുടെ നീഡ് ഉണ്ടായെന്ന് പറഞ്ഞു. കാരണം അയാളുടെ നീഡ് എന്താ, പ്രമോഷൻ കിട്ടണം എന്നുള്ളതാണ് അയാളുടെ ഡിസയർ. അപ്പോൾ ആ ഒരു പ്രമോഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അയാൾക്ക് എങ്ങനെ കിട്ടണം, അയാളുടെ നീഡ് എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ള അതിന് ആവശ്യമായിട്ടുള്ള സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്ത് അയാൾ അന്വേഷിച്ച് അയാൾ അതൊക്കെ മനസ്സിലാക്കി. ഈ സെലക്ട് ദ ബെസ്റ്റ് സ്ട്രാറ്റജി, എന്നിട്ട് അതൊക്കെ മനസ്സിലാക്കി ഏത് സ്ട്രാറ്റജി ഉപയോഗിച്ചാലാണ് എനിക്ക് പ്രമോഷൻ കിട്ടുക, എങ്ങനെ വർക്ക് ചെയ്താലാണ് എനിക്ക് പ്രമോഷൻ കിട്ടുക എന്നുള്ളതൊക്കെ അയാൾ മനസ്സിലാക്കിയതിന് ശേഷം അയാൾക്ക് ഏറ്റവും സ്യൂറ്റബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി എന്ത് ചെയ്ത് അയാൾ അഡോപ്റ്റ് ചെയ്തു. അങ്ങനെ അയാൾ അഡോപ്റ്റ് ചെയ്തതിന് ശേഷം സ്റ്റേജ് 3 പോയി. ആ 3 സ്റ്റേജ് എന്ന് പറയുന്നത് അസസ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ് പെർഫോമൻസ്. അങ്ങനെ എന്ത് ചെയ്ത് അയാൾക്ക് പ്രൊമോഷൻ കിട്ടണമെന്ന് ആദ്യം അയാളുടെ മനസ്സിൽ നിന്നുണ്ടായി. എന്നിട്ട് ആ പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിലൂടെയാണ് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ സ്ട്രാറ്റജീസ് ഉപയോഗിക്കണം എന്നുള്ള അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് സ്ട്രാറ്റജി ഉപയോഗിച്ച് എന്നിട്ട് എന്ത് ചെയ്ത് അയാൾ അങ്ങനെ വർക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, അവിടെ എംപ്ലോയീസിൻ്റെ അയാളുടെ പെർഫോമൻസ് എന്ത് ചെയ്യും അസസ് ചെയ്യും. അയാൾ എത്രയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, അയാൾക്ക് പ്രമോഷൻ കൊടുക്കണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും അയാളുടെ പെർഫോമൻസ് അസസ് ചെയ്യും. ദ സൂപ്പർവൈസേഴ്സ് അസസ് ദ പെർഫോമൻസ് ഓഫ് എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് അസസ് ചെയ്യും, അയാളുടെ മേലെയുള്ള സൂപ്പർവൈസർ അയാൾ അസസ് ചെയ്യും. എന്നിട്ട് റിവാർഡ് ഓർ പണിഷ്മെൻറ്റ് ലാസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യും, റിവാർഡ് ഓർ പണിഷ്മെൻറ്റ്. അയാൾക്ക് എന്ത് ചെയ്യും, അയാൾ നല്ല രീതിയിലാണ് വർക്ക് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യും, ആ ഓർഗനൈസേഷൻ വിചാരിച്ച പോലെ തന്നെയാണ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് റിവാർഡ് കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യും, പണിഷ്മെൻറ്റ് കൊടുക്കും. റിവാർഡ് അല്ലെങ്കിൽ പണിഷ്മെൻറ്റ്. റിവാർഡ് കൊടുക്കും. റിവാർഡ് എന്ന് പറയുമ്പോൾ അയാൾക്ക് പ്രൊമോഷൻ കിട്ടണം എന്നുള്ളതാണ് അയാളുടെ എന്ത് ഡിസയർ. അപ്പോൾ ആ ഒരു പ്രൊമോഷൻ കിട്ടാനുള്ള പ്രൊമോഷൻ ആര് കൊടുത്തിട്ടുണ്ടായിരിക്കും, സൂപ്പർവൈസർ അയാൾക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഹി ഈസ് ഏബിൾ ടു സാറ്റിസ്ഫൈ ഹിസ് നീഡ്. ലാസ്റ്റ് സ്റ്റേജ് എന്താ, അയാളുടെ എന്ത് ചെയ്ത് അയാളുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്തു. ഇതാണ് എന്തെന്ന് പറയുന്നത് ഒരു മോട്ടിവേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ പ്രോസസ്സിൽ എന്താ, അയാളുടെ നീഡ്സ് അയാളുടെ മനസ്സിൽ നിന്നുണ്ടായി. ഇപ്പോൾ നമുക്ക് വീടിൻ്റെ എക്സാമ്പിൾ തന്നെ പറയാം. അയാളുടെ വീട് വെക്കണം എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു ആഗ്രഹം അയാളുടെ മനസ്സിൽ നിന്നും ഉദിച്ചു. അതാണ് ഒന്നാമത്തെ സ്റ്റേജ്, നീഡ് ഡെഫിഷ്യൻസി. ഇനി രണ്ടാമത്തെ സ്റ്റേജിൽ സെലക്ഷൻ ഓഫ് കോഴ്സ് ഓഫ് ആക്ഷൻ. അയാൾ എന്ത് ചെയ്ത് വീട് വെക്കണം എന്ന് മനസ്സിൽ ഇത് ആഗ്രഹം ഉണ്ടായി അവിടെ ഇരുന്നാൽ മാത്രം മതി. അയാൾ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണ്ടേ. അതിനുള്ള ഫിനാൻസും അതിനുള്ള സ്ഥലം, പണിക്കാർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അയാൾ കണ്ടെത്തിയിട്ട് അയാളുടെ വീട് പണി സ്റ്റാർട്ട് ചെയ്യണം. അതാണ് രണ്ടാമത്തെ സ്റ്റേജ്, സെലക്ഷൻ ഓഫ് കോഴ്സ് ഓഫ് ആക്ഷൻ. മൂന്നാമത്തെ സ്റ്റേജ് അസസ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ് പെർഫോമൻസ്.
എന്ത് ചെയ്യും, നമ്മളിപ്പോൾ വീട് വെക്കണം എന്നുള്ളതാണ് ആഗ്രഹം എന്ന് പറഞ്ഞ് ഇപ്പോൾ അയാളുടെ ഇൻഡിവിജ്വൽ കേസാണ് പറയുന്നത്, ഓർഗനൈസേഷൻ കേസല്ല. ഓർഗനൈസേഷൻ കേസ് ആണെങ്കിലാണ് ആര് അസസ് ചെയ്യുക, സൂപ്പർവൈസർ അസസ് ചെയ്യുക. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേജിൽ ഈ വീട് വെക്കണം എന്നുള്ള ആളുടെ അസസ്മെൻറ്റ് ഓഫ് എംപ്ലോയി പെർഫോമൻസ്. അയാൾ എന്ത് ചെയ്യും, അയാളുടെ നോക്കും എല്ലാ പണിയും കംപ്ലീറ്റ് ആയോ, ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അയാൾ നോക്കും. ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അയാൾ ചെയ്യും, അല്ലെങ്കിൽ അയാളുടെ ക്യാഷ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കും. അതാണ് അസസ്മെൻറ്റ് ഓഫ് എംപ്ലോയിയുടെ ആ ഒരു വീടിൻ്റെ പെർഫോമൻസ് അയാൾ അസസ് ചെയ്യും. എന്നിട്ട് അതിന് ശേഷം അയാൾ എന്ത് ചെയ്യും, റിവാർഡോ ഓർ പണിഷ്മെൻറ്റോ, അയാൾക്ക് ഇതുണ്ടായിരിക്കും, എൻ്റെ വീട് പണി കംപ്ലീറ്റ് ആയി, ഇനി ഞാൻ വീട്ടിൽ കയറി ഇരിക്കട്ടെ എന്നുള്ള ഒരു ഇതുണ്ടായിരിക്കും. അതാണ് നാലാമത്തെ സ്റ്റേജിൽ റിവാർഡ് ഓർ പണിഷ്മെൻറ്റ്. അറ്റ് ലാസ്റ്റ് എന്താ, സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഹിസ് നീഡ്സ്. അയാളുടെ എന്ത് ചെയ്ത് ആ നീഡ്സ്, വീട് വെക്കണം എന്നുള്ള ആഗ്രഹം എന്ത് ചെയ്ത് സാധിച്ചു. ഇതാണ് മോട്ടിവേഷൻ പ്രോസസ്സിലെ 5 സ്റ്റെപ്സ്, 5 സ്റ്റേജസ് എന്നത്. നീഡ് ഡെഫിഷ്യൻസി, സെലക്ഷൻ ഓഫ് കോഴ്സ് ഓഫ് ആക്ഷൻ, അസസ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ് പെർഫോമൻസ്, റിവാർഡ് ഓർ പണിഷ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്താണ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു, മോട്ടിവേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, മോട്ടിവേഷൻ characteristics of motivation, next importance of motivation, then motivation process. Okay, thank you.